ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് തൃശ്ശൂരാണ്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ എന്തിനാണ് വന്നിരിക്കുന്നത് നേരത്തെ ഒരു വീഡിയോ നമ്മൾ എപ്പിസോഡായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് തീർച്ചയായും നമ്മൾ ആ വീഡിയോ കാണും. കണ്ടതിന് ശേഷം നമ്മൾ ഈ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ തൃശ്ശൂരാണല്ലോ. അപ്പോൾ തൃശ്ശൂർ വന്നതിന് സ്ഥിതിക്ക് നമുക്ക് തൃശ്ശൂർ റൗണ്ട് മൊത്തത്തിൽ നമുക്ക് ചുറ്റിക്കറങ്ങാം. അപ്പോൾ ആ കാഴ്ചകളിലേക്കാണ് നിങ്ങൾ അന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത്. വണ്ടി എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഭയങ്കര ബ്ലോക്കാണ് കാര്യങ്ങളാണ്. ഈ ബ്ലോക്കിൽ നിൽക്കുമ്പോൾ തന്നെ പല ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ ഏതൊക്കെ സൈഡിൽ കൂടെയാണ് വണ്ടി കയറ്റിക്കൊണ്ടിരുന്നത് നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിലാണ് ഏതൊക്കെ സൈഡിൽ നിന്നൊക്കെ വണ്ടി കയറിയത്. ഒടുവിൽ ഈ ബ്ലോക്ക് മെല്ലെ നീങ്ങൽ തുടങ്ങി. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൗണ്ടിലേക്ക് കയറാൻ വേണ്ടി മുനിസിപ്പാലിറ്റി റോഡിൽ കയറിയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി റോഡിൽ കയറി കഴിഞ്ഞ് നമുക്ക് കാണുന്ന ഒരു സ്റ്റാച്ചു കാണാം, ഒരു പ്രതിമ കാണാം കേട്ടോ. രാമവർമ്മയുടെ പ്രതിമയൊക്കെ കടന്നതിന് ശേഷം നമ്മൾ നേരെ റൗണ്ടിലേക്ക് കയറും. നേരെ മുന്നേ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ഗേറ്റ് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ റൗണ്ടിൽ കൂടെ ചെയ്യുമ്പോൾ ഗ്രൗണ്ടിലും കാര്യമായിട്ട് വണ്ടികളോ എന്താ പറയുക തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. കാരണം ഏതോ ഒരു VIP ക്ഷേത്ര സന്ദർശനത്തിന് വരുന്നത് കൊണ്ട് റൗണ്ടൊക്കെ മൊത്തം ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കും. 4 സൈഡും പോലീസുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയെന്ന് പറയാം കേട്ടോ. ഇപ്പോൾ തൃശ്ശൂർ ടൗണിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ കാഴ്ചകളും ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ റൗണ്ടിൽ കൂടെ ഇങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വല്ലാത്ത അനുഭവം തന്നെയായിരിക്കും അഥവാ ഈ റൗണ്ടിൽ കൂടെ ഇങ്ങനെ നമ്മൾ റൈഡ് ചെയ്യുന്നത്. നല്ലൊരു വൈബാണ്. അപ്പോൾ നമ്മൾ നേരെ റൈഡ് ചെയ്ത് നമ്മൾ നേരെ റൈഡ് ചെയ്ത് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരെ സെക്കൻഡ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഈ സൈഡിൽ കൂടെയാണ് പോകുക. അവിടെ പോലീസ് തിരിച്ചു പറഞ്ഞാൽ ഈ റോഡിൽ കൂടെ നമുക്ക് ഇറങ്ങി നല്ല പോകാൻ പറ്റും. 4 സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ച് വേണം ഇന്ത്യനൊക്കെ നമ്മൾ വണ്ടി ഓടിച്ച് പോകാൻ കേട്ടോ. എവിടെ നിന്നാണ് ഒരു വണ്ടി കയറി വരുമെന്ന് പറയാൻ പറ്റില്ല. ഇതിനിടയിൽ കൂടെ ആംബുലൻസ് കണ്ട് ഈ ഓട്ടോ ചേട്ടന്മാരുടെ കാര്യമോ സൈഡ് ചെറിയൊരു ഗ്യാപ്പ് വെച്ചാൽ അതിൽക്കൂടെ തന്നെ നല്ല കുത്തിക്കയറ്റി ഒടുവിൽ എങ്ങനെയൊക്കെ നമ്മൾ അവിടുന്ന് റോഡ് നേരെ റിംഗ് റോഡിലേക്ക് എത്തിട്ടോ. അപ്പോൾ ഈ കാണുന്ന റിംഗ് റൗണ്ട് ബോട്ടാണ്. ഈ റൗണ്ട് ബോട്ട് കാണാൻ തന്നെ ഒരു നല്ലൊരു വൈബാണ്. ഇവിടെ പോലീസ് നമ്മൾ ട്രാഫിക് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനോഹരമായ ഒരു വൈബാന്ന് പറയുന്നത്. ഇവിടെ തന്നെയാണ് നമ്മൾ പച്ചക്കറി മാർക്കറ്റ് എല്ലാ ചന്തകൾ കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ ഈ റിങ് റൗണ്ട് ബോട്ടിൻ്റെ ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ തന്നെ പ്രൈവറ്റ് സെക്കൻഡ് സ്റ്റാൻഡ് ഉള്ളത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടത്. നമ്മളിപ്പോൾ പോകുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സ്റ്റാൻഡ് ഉള്ളത്. അപ്പോൾ നമ്മളിനി അടുത്ത് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ KSRTC ബസ് സ്റ്റേഷനിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ റൗണ്ട് ബോട്ടിൽ തിരിഞ്ഞ് ഈ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്ന ഈ സൈഡ് തന്നെയാണ് സെക്കൻഡ് സ്റ്റാൻഡ് ഉള്ളത്. പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ സെക്കൻഡ് തമ്പുരാൻ സ്റ്റാൻഡിലാണ് സെക്കൻഡ് സ്റ്റാൻഡ് ഉള്ളത്. അവിടെ നേരെ വീണ്ടും റിംഗ് റോഡിലേക്കാണ്. പണ്ടൊന്നും ഈ കാണുന്ന റിംഗ് പോലത്തെ ഈ നടപ്പാത കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ അടുത്തായിട്ട് വന്നിരിക്കുന്നതാണ് ഈ നടക്കുന്നത്. കാണുന്നത് മനോഹരമാണ് കേട്ടോ. നല്ലൊരു കാഴ്ച അനുഭവം തന്നെയായിരിക്കും. ഇപ്പോൾ നമ്മൾ റിംഗ് റൗണ്ട് ബോട്ടിന് നേരെ ഫ്രണ്ടിലേക്ക് നേരെ KSRTC തൃശ്ശൂർ KSRTC ബസ് സ്റ്റേഷനിലെ ഭാഗം ദൃശ്യമാക്കി നമ്മൾ വീട്ടിലേക്കാണ്. ഓപ്പോസിറ്റായിട്ട് വലിയൊരു സർക്കസ് കൂടാരം കാണാം. അവിടെ സർക്കസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ടൈമ് കാര്യങ്ങൾ നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ നേരെ നമ്മളിന്ന് KSRTC ബസ് സ്റ്റേഷൻ്റെ ആ ഭാഗത്തേക്കാണ് സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് KSRTC ബസ് സ്റ്റേഷൻ. അപ്പോൾ ഈ സൈഡിൽ നമുക്കറിയാം ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, ഇന്ത്യൻ ഓയിലുണ്ട്. അപ്പോൾ KSRTC ബസ് അവിടെ കിടക്കുന്നതാണ്. ഇനി ഇവിടെ നേരെ നമുക്ക് വീണ്ടും റൗണ്ടിലേക്ക് കയറണം. എവിടെ പോയാലും നല്ല ട്രാഫിക്കാണ്, കഠിനമായ ട്രാഫിക്കാണ്. അതുകൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം വണ്ടികളൊക്കെ ഓടിക്കാൻ. നമ്മളിതിൻ്റെ ഇടയിൽ കൂടെ ഇനി മുന്നോട്ട് നീങ്ങി ആൾക്കാർ ഇതിനൊക്കെ വണ്ടിയും കൊണ്ട് കയറുന്നുണ്ട് കേട്ടോ. ഒടുവിൽ വന്നാൽ നമ്മൾ നേരെ വീണ്ടും അപ്പോൾ നമ്മൾ റൗണ്ടിൽ കയറിയ ശേഷം മൈതാനത്തിലേക്കുള്ള കയറണം. അപ്പോൾ ഇവിടെ നമ്മൾ കയറുമ്പോൾ നമ്മൾ തടഞ്ഞ ഒരു പോലീസുണ്ട്. ഇവിടെ പാർക്കിംഗ് ഉണ്ട്. പാർക്കിംഗ് ചാർജ് കൊടുക്കണം. 10 രൂപയാണ് പാർക്കിംഗ് ചെയ്യുന്നത്. ആ പാർക്കിംഗ് ചാർജ് കൊടുത്തതിന് ശേഷം നമ്മൾ മൈതാനത്തിൽ കൂടെ നടന്നു മൈതാന സൈഡിൽ നിന്നിട്ടുള്ള ടൗണിൻ്റെ കാഴ്ചകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുൻവശത്താട്ടോ. ആ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ മുന്നിൽ കാണുന്നതാണ് പാർവതിക്കാവ് ഭഗവതി ക്ഷേത്രം. അപ്പോൾ അവിടെ തൊട്ട് തന്നെ നമ്മൾ മുനിസിപ്പാലിറ്റി ചെയ്യാൻ വേണ്ടി അണ്ടർവേ പാസേജ് ഉണ്ട്. നമ്മളിപ്പോൾ അണ്ടർവേ പാസേജിൽ കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഒരു അനുഭവമാണ് നമ്മൾ ഇതിൽ കൂടെ ക്രോസ് ചെയ്യുമ്പോൾ. ഇപ്പോൾ റോഡും അങ്ങനെ ക്രോസ് ചെയ്യാതെ തന്നെ അണ്ടർഗ്രൗണ്ട് പാസേജിൽ കൂടെ നമ്മൾ ക്രോസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഈ അണ്ടർഗ്രൗണ്ട് പാസേജിൽ കൂടെ മാത്രമേ ക്രോസ് ചെയ്യാവൂ.
അത് വല്ലാത്തൊരു അനുഭവമായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ നമ്മൾ റോഡിൻ്റെ മറുവശത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പാർവതിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ച ആ ഭാഗത്തുള്ള വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ടിൻ്റെ ഈ മൈതാനത്തിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ടൈം പോകുന്നത് അറിയുന്നേ ഇല്ല കേട്ടോ. നല്ലൊരു എന്താ പറയുക, വിശാലമായിട്ടുള്ള ഒരു നല്ല കൂളായിട്ടുള്ള ഒരു സ്ഥലമാണ്. തൃശ്ശൂർ നിങ്ങൾ വരികയാണ് തീർച്ചയായും നിങ്ങൾ ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഈ പരിസരത്ത് വന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ നടക്കുമ്പോൾ വീടെടുത്ത് നടക്കുമ്പോഴാണ് നമ്മളൊരു പോസ്റ്റ് മുന്നിൽപ്പെട്ടത്. ഇവിടെ വീഡിയോ ഒന്നും അലോഡ് അല്ല, ഇവിടെ എടുക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു പോസ്റ്റാണ് ദേവസ്വം ബോർഡ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് വെച്ചാൽ ഇവിടെ തൃശ്ശൂർ വരികയാണ് തീർച്ചയായും നിങ്ങൾ സന്ദർശിക്കേണ്ട ഒരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഒന്നാണ് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ നെഹ്റു പാർക്ക് കേട്ടോ. ഈ പാർക്കിലേക്ക് വരികയാണ്, ഇത് ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ തീർച്ചയായും ഈ നെഹ്റു പാർക്കിൽ വരാം. ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. കളിക്കാനൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ചിൽഡ്രൻസ് പാർക്ക് തന്നെ ഇവിടെ ഉണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു പാർക്കാണ് കേട്ടോ. തൃശ്ശൂർ തിരക്കിട്ട ഈ ടൗണിൻ്റെ ഇടയിൽ ഒരു അടിപൊളിയായിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു പാർക്ക്. നമ്മൾ പാർക്കിൻ്റെ സെൻട്രൽ ഭാഗത്ത് തന്നെ ഒരു ബാബുജിയുടെ പ്രതിമ കാണാം. പ്രതിമയിൽ ചേർന്നുള്ള മനോഹരമായിട്ടുള്ള ഗാർഡൻ, നല്ലൊരു ഉദ്യാനം എന്ന് പറയാം കേട്ടോ. തീർച്ചയായും നിങ്ങൾ സന്ദർശിക്കുക. അതൊരു കുട്ടികൾക്കുള്ള ലൈബ്രറി ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ട് ഈ പാർക്കിലൂടെ ഒരുപാട് നടന്നതിന് ശേഷം നമ്മൾ വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ ശാന്തമായി ഇരിക്കാൻ പറ്റും. അതൊരു ടൈം പോകുന്നത് നിങ്ങൾക്ക് അറിയുകയില്ല. അങ്ങനെ നമ്മൾ നേരെ വടക്കച്ചിറ ബസ് സ്റ്റേഷൻ്റെ ഭാഗത്താണ്. അപ്പോൾ ഈ വടക്കച്ചിറ ബസ് സ്റ്റേഷൻ്റെ നമ്മൾ വാക്കിംഗ് ബ്രിഡ്ജിൻ്റെ മുകളിൽ നേരെ പോകുമ്പോൾ ഒരുപാട് കവിതാക്കളുടെ ഈ ഇതൊക്കെ കാണാൻ കഴിയുന്നു. അതിനുശേഷം നമ്മൾ വടക്കച്ചിറ എന്ന് പറയുന്ന ആ ഒരു ചിറ കാണാം. പാലസിൻ്റെയാണ് കേട്ടോ. ശക്തൻ തമ്പുരാൻ പാലസിൻ്റെ തൊട്ടപ്പുറത്തുള്ള ചിറ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ. തൃശ്ശൂരിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു ട്രാവലിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്.